പൊതുമേഖലാ ബാങ്ക് ലോക്കർ കവർച്ചാ കേസിൽ അറസ്റ്റിലായ അനിൽകുമാറിന്റെ മുൻകാല യാത്രകളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നു. ബാങ്കിലെ പ്യൂണായി ജോലി നോക്കവേ ബന്ധുക്കൾക്കൊപ്പം പ്രതി നടത്തിയ വിമാനയാത്രകൾ ഉൾപ്പെടെയുള്ളവയാണ് പോലീസ് അന്വേഷിക്കുക. ബാങ്ക് ജീവനക്കാരനായിരിക്കെ അനിൽകുമാർ ബന്ധുക്കൾക്കൊപ്പം നടത്തിയിട്ടുള്ള വിനോദയാത്രകളാണ് അന്വേഷിക്കുക. വെറും 21,000 രൂപ ശമ്പളമുണ്ടായിരുന്ന അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഇടയ്ക്കിടെ നടത്താറുള്ള യാത്രകൾക്കായി എവിടെ നിന്ന് പണം ലഭിച്ചു എന്നതും ബാങ്ക് ലോക്കർ കവർച്ചയുടെ സഹായം ബന്ധുക്കൾക്കും ലഭിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. 3 വർഷത്തിനിടെ അനിൽകുമാർ ഇത്തരത്തിൽ നിരവധി യാത്രകൾ നടത്തിയതായാണ് വിവരം. ഇതിനായി ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന പ്രതി അനിൽകുമാറിനെ 10 ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ വേണമെന്നാണ് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നത്. അതേസമയം അന്വേഷണ സംഘത്തിന് പ്രതിയെ ഇനിയും കൈമാറരുതെന്ന് ആവശ്യപ്പെട്ട് അനിൽകുമാറിന്റെ ബന്ധുക്കൾ കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ഇതിന്റെ വാദം കോടതി ചൊവ്വാഴ്ച കേൾക്കും. കോഴിക്കോട്ടെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഡി സാലിയുടേത് ഉൾപ്പെടെ 3 പേരുടെ സ്വർണമാണ് ബാങ്ക് ലോക്കറിൽ നിന്ന് മോഷണം പോയത്. വ്യാജ താക്കോൽ ഉപയോഗിച്ച് ലോക്കർ തുറന്നുവെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിരുന്നു. നുണപരിശോധനയിൽ തെളിവുകൾ എതിരായതോടെയാണ് ബാങ്കിലെ പ്യൂണായ അനിൽകുമാർ പ്രതിയായത്. ലോക്കറിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണ്ണ നാണയങ്ങൾ അതേ ബാങ്കിൽ തന്നെ അനിൽകുമാർ പണയപ്പെടുത്തിയെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. സ്വർണം നഷ്ടപ്പെട്ടവർ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിനെ തുടർന്നാണ് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിലെത്തിയത്. മനോരമ ന്യൂസ്, കോഴിക്കോട്.